ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 2 ജേർണൽ സ്പ്രെഡ്സ് ആണ്. അപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ ജേർണൽ എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ പ്ലെയിൻ ടൈപ്പ് ജേർണലാണ്. അപ്പോൾ ഇത് ഫുള്ള് പ്ലെയിൻ പേജസ് ആണ്. ആൻഡ് ഇവിടെ ഞാൻ എൻ്റെ പേസ്റ്റൽ ഹൈലൈറ്റർ മാർക്കേഴ്സും കൊണ്ട് ഇതേപോലെ കുറച്ചൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് ലൈൻസ് ആണ് നമ്മൾ ഗ്രിഡിൻ്റെ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഹൊറിസോണ്ടൽ വരയ്ക്കുക, പിന്നെ നമ്മൾ വേർട്ടിക്കൽ വരയ്ക്കുമ്പോൾ തന്നെ ഇതേപോലെ ഇരിക്കും. ഇത് സ്ട്രെയിറ്റ് ആവണമെന്ന് കമ്പൽസറി ഒന്നും അല്ല. അപ്പോൾ ഞാൻ ഇതേപോലെ എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ വരയ്ക്കുന്നുണ്ട്. അപ്പോൾ സ്ട്രെയിറ്റ് അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്കൊരു ഡിസൈൻ പോലെ നമ്മൾ ചെയ്യുന്നതാണ്. പക്ഷേ എന്നാലും നമുക്കൊരു ഗ്രിഡിൻ്റെ ഷേപ്പും വരണം. അപ്പോൾ അതാ ഞാനിവിടെ ഫുൾ പേജ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വൈറ്റ് പേപ്പറിലോട്ട് ഞാൻ മൈ വിഷ് ലിസ്റ്റ് എഴുതുന്നുണ്ട്. ഞാനിവിടെ ഈ ബ്ലാക്ക് പെന്നും കൊണ്ടാണ് എഴുതുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് യൂസ് ചെയ്ത് ചെയ്യാം. അപ്പം നമ്മുടെ ഈ വീഡിയോയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഹാൻഡ് മെയ്ഡ് സപ്ലൈസ് ആണ് മാക്സിമം യൂസ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നത്. ആൻഡ് ഈ സ്റ്റിക്കേഴ്സും പരിപാടികളും ഒക്കെ ഉള്ളൂ നമ്മൾ എക്സ്ട്രാ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഇതേപോലെ ചെയ്യാം. ഇവിടെ ഞാൻ ബ്ലാക്ക് പെന്നും കൊണ്ട് എഴുതിയതിന് ശേഷം പിന്നെ ബ്ലാക്ക് സ്കെച്ച് പെന്നും കൊണ്ട് ഈ കാലിഗ്രഫി പോലെ എഴുതിയെടുക്കുന്നുണ്ട്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ താഴോട്ട് വരുന്നത് മാത്രം ഡാർക്ക് ബ്ലാക്കിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്കും ഇതേപോലെ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണ്ടിൽ എഴുതി കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്ന സ്പ്രെഡ് എന്ന് പറയുമ്പോൾ മൈ വിഷ് ലിസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതിനകത്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷസ്, നിങ്ങൾക്ക് ഒത്തിരി നാളായിട്ടുള്ള ആഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് എഴുതി വെക്കാം. അപ്പോൾ നിങ്ങൾക്കത് 1 ഡേ ഫുൾഫിൽ ചെയ്യാം. ഞാൻ ഈ ഒരു തിങ് ഞാൻ എവറി മന്ത് ചെയ്യാറുണ്ട്. ബിക്കോസ് എനിക്ക് എന്തോ എല്ലാ മന്തും എൻ്റെ വിഷസ് വെരി ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം അതുപോലെ ഞാൻ എല്ലാ മന്തും ഇതേപോലത്തെ ഒരു പേജ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഓർത്തു അങ്ങനെ ഞാൻ ചെയ്യുന്ന ഒരു പേജ് ഞാൻ കാണിച്ചു തരാമെന്ന്. അപ്പോൾ ഞാൻ ഇതേപോലെ ഇച്ചിരി വൈറ്റ് സ്പേസ് വിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഗ്ലൂവും കൊണ്ട് തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് എത്ര കുഞ്ഞ് വിഷ് ആണെങ്കിലും നമുക്ക് ബിഗ് വിഷസ് ഉണ്ടെങ്കിലും എന്താണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പേജിൽ എഴുതി വെക്കാം. അതാണ് ഞാൻ ഈ ഒരു പേജ് ഉണ്ടാക്കുന്നതെന്ന്. നല്ലൊരു ജേർണൽ സ്പ്രെഡിൻ്റെ ഐഡിയയും കൂടിയാണ്, സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ഐഡിയയും കൂടെയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇവിടെ ഇത് ഒട്ടിച്ചതിന് ശേഷം ഞാൻ ഇനിയും കുറച്ച് സ്റ്റിക്കേഴ്സ് ഒട്ടിക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ വാങ്ങിച്ചതാണ്. ഞാൻ ഇതിൻ്റെ ഒരു ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ കവായി സ്റ്റിക്കേഴ്സ് വാങ്ങിക്കുന്നതിൻ്റെ ഒരു 10 ഷീറ്റ്സ് ആയിരുന്നു അതിനകത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഷോർട്ട് വീഡിയോ കാണാത്തവർ അത് പോയി കാണാം. അപ്പോൾ അവിടെ നിന്ന് ഞാനിങ്ങനെ വാങ്ങിച്ചതാണ്. ഇത് 10 ഷീറ്റ്സ് വരുന്ന പറഞ്ഞാണ്. അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ കുഞ്ഞുതൊക്കെ ഞാൻ ഒട്ടിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് സ്റ്റിക്കേഴ്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വരച്ചിട്ട് നമുക്ക് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കി ഒട്ടിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ സ്റ്റെപ്പ് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഞാൻ ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് ഇതേപോലെ ഞാൻ ഒരു കട്ടറും കൊണ്ട് ഇങ്ങനെ നമുക്ക് ഈ സിസേഴ്സ് കിട്ടുമല്ലോ, ഇങ്ങനെ എൻഡ്സ് ഇങ്ങനെ കട്ട് ചെയ്ത് അത് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ ബ്ലാക്ക് പെന്നും കൊണ്ട് തന്നെ ഇതേപോലെ കുറച്ച് ഡാഷസ് വരച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ പേജ് മാക്സിമം എസ്തെറ്റിക് ആക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അതാണ് നിങ്ങളിവിടെ കാണുന്നത്. അപ്പോൾ ഇനി ഇതെങ്ങനെ നമുക്ക് വെക്കാമെന്ന് നമുക്ക് നോക്കിയിട്ട് ഞാനിവിടെ ഇങ്ങനെ ഒരു ഹൊറിസോണ്ടൽ വേയിലാണ് വെക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ഈ വൈറ്റ് പേപ്പർ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ പേപ്പർ ഒട്ടിക്കാം. എന്നിട്ട് ഞാൻ എൻ്റെ വിഷസ് എഴുതുന്നുണ്ട്. അപ്പോൾ വിഷസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷസ് എഴുതാം. ഞാനിവിടെ എനിക്ക് 100K സബ്സ്ക്രൈബേഴ്സ് കിട്ടണമെന്നും അങ്ങനത്തെ കുറച്ച് വിഷസ് ഒക്കെയാണ് എഴുതുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ വിഷസ് എല്ലാം ഇതിനകത്ത് എഴുതി വെക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ജേർണൽ സ്പ്രെഡ്. അപ്പോൾ ഞാനിവിടെ എഴുതിയെടുക്കുന്നുണ്ട് കുറച്ച് എനിക്കിഷ്ടമുള്ള വിഷസും ഒക്കെ എഴുതിയെടുക്കുന്നുണ്ട്. അപ്പം ദിസ് ഈസ് അപ് ടു യു, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതിയെടുക്കാം. ശരിക്കും പറഞ്ഞാൽ ചെയ്തു വന്നപ്പോൾ ഒരു നല്ലൊരു പിൻട്രസ്റ്റി ലുക്ക് ഉണ്ട്. അപ്പോൾ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ജേർണൽ സ്പ്രെഡ്. ഇനി ഞാനൊരു സെക്കൻഡ് ജേർണൽ സ്പ്രെഡ് ചെയ്യാമെന്ന് ഓർത്തു. അപ്പോൾ ഞാനിത് ഫസ്റ്റ് വൺ ആണ് ഇത്. അപ്പോൾ എല്ലാവർക്കും ഈ ജേർണൽ സ്പ്രെഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതേണ്ട ഇങ്ങനെ ഇരിക്കും. എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല ക്യൂട്ട് ആൻഡ് പിൻട്രസ്റ്റി എസ്തെറ്റിക് എഫക്റ്റ് ഒക്കെ വന്നിട്ടുണ്ട്. എന്നാലും നിങ്ങൾക്ക് പറ്റുന്ന പോലൊക്കെ ചെയ്താൽ മതി. എന്നാലും ഇങ്ങനെ വന്നില്ലെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഐഡിയ ആണ്. അപ്പോൾ ഈ ഐഡിയ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിച്ച് നമുക്ക് അടുത്ത ഐഡിയയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ ഇവിടെ സെയിം ബുക്ക് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു പ്ലെയിൻ പേജാണ്. ആൻഡ് ഇവിടെ ഞാൻ കുറച്ച് ലെറ്റേഴ്സ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ചാൽ ഞാനാണെങ്കിൽ മാർക്കേഴ്സും കൊണ്ട് ആദ്യം കളർ ചെയ്യും, ലൈറ്റ് കളർ, പിന്നെ അതിൻ്റെ മുകളിലോട്ട് ഒരു ഡാർക്ക് കളർ കൊണ്ട് എഴുതി കൊടുക്കും. അപ്പോൾ ഇവിടെ നമുക്കൊരു മ്യൂസിക് തീം ഒരെണ്ണം ചെയ്യാം, ഒരു പ്ലേലിസ്റ്റ് ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാനൊരു മ്യൂസിക് സ്പ്രെഡ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഞാൻ ആ ലെറ്റേഴ്സിൽ മ്യൂസിക് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. കുറേ ജേർണൽ സ്പ്രെഡ്സിൽ ഞാൻ ഇതേപോലെ കണ്ടിട്ടുണ്ട്. പക്ഷേ യൂഷ്വലി അവരൊക്കെ പ്രിൻ്റ് എടുത്തിട്ടാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ ഓർത്ത് ഒരു ഹാൻഡ് മെയ്ഡ് ടൈപ്പ് തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ ചെയ്യാം. ഇനി ഞാനിവിടെ ഒരു ലൈറ്റ് പേസ്റ്റൽ ഷെയ്ഡിലുള്ള ഒരു ഗ്രീൻ പേപ്പർ എടുത്ത് ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ സിൻസ് ബാക്ക്ഗ്രൗണ്ട് ഇച്ചിരി പ്ലെയിൻ ആയതുകൊണ്ട് ഞാനൊരു കളർഫുൾ പേപ്പർ ഒട്ടിക്കാൻ ഓർത്തു. പിന്നെ ഇത് നമ്മുടെ മ്യൂസിക്കിൻ്റെ ഒരു സാധനമാണല്ലോ, അപ്പോൾ അതോട് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ വരച്ചതാണ്.
ഇനി ഞാൻ കുറച്ച് ഹെഡ്ഫോൺസ് കൂടെ വരയ്ക്കുന്നുണ്ട്. അപ്പോൾ മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് വല്ല സ്റ്റിക്കേഴ്സോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡ്രോ ചെയ്യാൻ അറിയാമെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ ഇതേപോലെ കുറച്ച് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രേസ് ചെയ്തെടുത്തിട്ട് ഒട്ടിച്ചാലും മതി. പിന്നെ ഞാൻ കുറച്ച് മ്യൂസിക്കിൻ്റെ സിമ്പിൾസ് കൂടെ വരച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പോൾ പിൻട്രസ്റ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇനിയും കുറേ ഐഡിയാസ് കിട്ടും. അപ്പോൾ ഇത് എനിക്ക് തോന്നിയ ഒരു രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ പേസ്റ്റൽ ഹൈലൈറ്റേഴ്സ് എടുത്തിട്ട് താഴെ ഇതേപോലെ എന്തോ ഒരു വിഗ്ലി ലൈൻസ് പോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ കേർവി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു എംറ്റിനെസ് ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടി. പിന്നെ ഈ ബീഡ് സ്റ്റിക്കർ ഞാൻ ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കിയതാണ്. അത് നമ്മൾ സിമ്പിളായിട്ട് ഞാൻ ഉണ്ടാക്കിയ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർ അത് പോയി കാണാം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സോങ്സ് ഒക്കെ ഇതിനകത്ത് എഴുതാം. ഞാനിവിടെ റാൻഡമായിട്ട് എനിക്കിഷ്ടമുള്ള കുറച്ച് എഴുതുന്നുണ്ട്. അപ്പോൾ ബേസിക്കലി സോങ് ചോയ്സസ് എല്ലാം എഴുതി കൊടുത്താൽ അതുകൊണ്ട് നമ്മുടെ സ്പ്രെഡ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 2 സ്പ്രെഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.